ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്ന കൂട്ടുകറിയും പഴം പുളിശ്ശേരിയാണ്. അപ്പോൾ കൂട്ടുകറി ആദ്യം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രക്കായ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ ചേനയും എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ചേനക്കൊക്കെ നല്ല വേവാണ്, കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് കടല വേവിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അത് കുക്കറിലിട്ട് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കടല വേവിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് റോസ്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ആ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് നാളികേരം ചിരകിയതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ നാളികേരത്തിൻ്റെ ഒക്കെ കളറ് മാറി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ കളറ് മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കൂട്ടുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതിലുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം അതിന് മുകളിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം.
ഇനി അടുത്തത് പഴം പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് കായപ്പൊടിയാണ്. കായപ്പൊടി കൂടണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടിത് ഈ പഴക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്കൊരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ട് നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരക്കാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ട അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് മുകളിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവയും കൂടി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ടിത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.